ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ദിസ് ഇസ് December 31st. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇന്നല്ല, December 31st വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 2015 December 31st കേട്ടോ ഞങ്ങളുടെ മാരേജ്. അപ്പോൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. അവിടുത്തെ റിപ്പോർട്ട് കാർഡിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ അത്രയും പെൻഡിങ് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് കരുതിയിരിക്കുകയാണ്. കുക്കു സാറിനോട് പറഞ്ഞിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമെന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ ഒപ്പം പോരാൻ നിൽക്കും. റീ ഓപ്പണിങ്ങിൻ്റെ അന്ന് തന്നെ ലീവ് എടുത്തിട്ട് നമ്മൾ ആലൻ്റെ കസിൻ്റെ സിൽവർ ജൂബിലിക്ക് പോയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് മൊത്തം അവൻ ക്ലാസ്സിലിരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് വരുമെന്ന്. ഇന്നലെ രാത്രി രണ്ടുപേരുടെയും നെബുലൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ സാധനം അതും കൂടെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ ട്യൂബ് മൊത്തം ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ നമ്മൾ മരുന്ന് ഒഴിക്കുന്ന പോർഷൻ മാത്രം എടുത്ത് കുപ്പിയുടെ കൂടിയിട്ട് ചൂടാക്കാമെന്ന് കരുതി. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ ദേ കുക്കറിൽ ചോറും കലത്തിൽ രസവും ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ വിചാരിച്ചത് എന്തെങ്കിലും നോൺ വെജ് ഒന്നും മേടിച്ച് കറി വെക്കുമെന്നാണ്, അതുകൊണ്ട് രസം ഇട്ട് വെച്ചേക്കണ്ട. പിന്നെ ഞാൻ കരുതി ഇന്ന് ചമ്മന്തി ആക്കാമെന്ന്. വൈകുന്നേരം എന്തായാലും നമ്മൾ നോൺ വെജ് എടുക്കണം. അതുമല്ല ഇന്നലെയും അങ്ങനെ അത്ര ഹെവി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് രാവിലെ തന്നെ നോൺ വെജ് വെക്കാനും തോന്നുന്നില്ല, കഴിക്കാനും തോന്നുന്നില്ല. ഇന്നലെ അവിടെ ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു വൈകുന്നേരം BBQ ആക്കാമെന്ന്. അപ്പോൾ ഒരു വെറൈറ്റി ആയിരുന്നോട്ടെ. എനിക്ക് തോന്നുന്നു ബാബുങ്ങളുടെ സെൻഡ് ഓഫിനാണ് ലാസ്റ്റ് നമ്മൾ BBQ ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ക്രിസ്മസിനും ബാക്കി പരിപാടികൾക്കും എല്ലാം കറിയും ഫ്രൈയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിനി സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് വേണം ചിക്കൻ മേടിക്കണം, കരി മേടിക്കണം, ഇതെല്ലാം ചെയ്യാനായിട്ട്. ആലൻ ഇന്ന് ഫ്രീ ആവത്തതേ ഇല്ല. CCGയിൽ നമ്മുടെ കാക്കിംഗ് സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന സീസണാണ് ക്രിസ്മസ് സീസൺ. അപ്പോൾ ചില വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ ചിലപ്പോൾ രാത്രി ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പോഴാണ് കാണുന്നത്, നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഇപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, അതൊരു പ്ലസ്സാണ്. അവർക്ക് CCGന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിച്ചിരി സ്ലോ ആയിട്ട് പോയാൽ മതിയല്ലോ. രാവിലെ കോഫിയൊക്കെ എടുത്ത് ഞാനിരുന്ന് എനിക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്ന വിഷസൊക്കെ നോക്കി തിരിച്ച് ലവൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ കൊച്ചുപ്പതേ അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുന്നു. നല്ല രസമുള്ള സ്കൈ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ പാൻ ചെയ്തൊന്ന് എടുത്തു. ഈ സ്കൂളിൽ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പോയി അവർക്ക് കൊടുക്കണം. കുറച്ച് റിപ്പോർട്ട് കാർഡിൽ സൈൻ ചെയ്യണം. റിപ്പോർട്ട് കാർഡല്ല, അക്കാഡമിക് റിപ്പോർട്ടിൽ സൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കടയിലോട്ടൊക്കെ പോകാനായിട്ട്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ലഞ്ചിന് എത്തിയാലും ലഞ്ച് കഴിഞ്ഞിട്ടും വീണ്ടും ബുക്കിംഗ് ഉണ്ട്. അപ്പം മേ ബി അവിടെ തന്നെ നിൽക്കാനേ ചൂസ് ചെയ്യത്തുള്ളൂ, വന്നിട്ട് പിന്നെ അപ്പോഴേ തന്നെ തിരിച്ചു പോകണ്ടേ. എന്നാൽ പിന്നെ നമുക്ക് ചമ്മന്തി അങ്ങ് അരയ്ക്കാം. ചമ്മന്തിയും രസവും ഒക്കെ ആയ സ്ഥിതിക്ക് 2 മുട്ടയും കൂടെ പൊരിക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ആലന് കഴിക്കാനായിട്ടും അഥവാ വന്നാൽ കഴിക്കാനായിട്ടും കുക്കു സാറിന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടും. വെജിറ്റബിളിനായിട്ടേ കുറച്ച് ബീട്രൂട്ട് ഇന്നലെ അമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ ഇന്നലെ മീൻകറിയുടെ ഇച്ചിരി ചാറൊക്കെ ഇരുന്നതും പിന്നെ കുറച്ച് ബീട്രൂട്ടും ഒക്കെയാണ് ചെയ്തത്. അത് ബാക്കി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് കുക്കു സാറിനായിട്ട് എനിക്ക് എടുത്ത് ചൂടാക്കാൻ തോന്നിയില്ല എന്നല്ല, ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ചമ്മന്തിയും മുട്ടയും രസവും ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ബീട്രൂട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് അലന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെജിറ്റബിളും ഉണ്ടാക്കുന്നില്ല, മുട്ട പൊരിച്ച് വെച്ചിട്ട് കുക്കു സാറിനുള്ള ചോറും എടുത്താൽ എനിക്കങ്ങ് സ്കൂളിൽ പോകാം. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ബിരിയാണിയും മന്തിയും ഒന്നും ഉണ്ടാക്കുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒറ്റയ്ക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തിനാണ് ഇതൊക്കെ, വൈകുന്നേരത്തല്ലേ ഇങ്ങനെ എത്തത്തുള്ളൂ. അപ്പോൾ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ നമ്മുടെ പാർട്ടിയൊക്കെ. മമ്മിയും ഡാഡിയും ചേച്ചിയും എല്ലാവരും കൂടെ വരും. മാരേജ് ഈ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞങ്ങളുടെ ന്യൂ ഇയർ പാർട്ടി ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് അങ്ങനെ പോകാറാണുള്ളത്. കുക്കുവിന് അങ്ങനെ ദേ ചോറും ചമ്മന്തിയും മുട്ട ഞാൻ 2 മുട്ട ഒരുമിച്ച് കലക്കിയിട്ട് പൊരിച്ചെടുത്തു. അവന് പച്ചമുളക് അധികം വരാത്ത രീതിയിലും ബാക്കി പച്ചമുളകൊക്കെ ആലനായിട്ട് ചെയ്തതിലും വെച്ച് കുറച്ച് രസവും എടുത്ത് വെച്ചു. നിലുവിന് അപ്പച്ചി കൊണ്ടുവന്ന ബോട്ടിലാണ്, ഇപ്പോൾ അതാണ് അവൻ യൂസ് ചെയ്യുന്നത്. കിച്ചൻ്റെ അകത്തിരിക്കുമെന്നും പറഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളവും ഒക്കെ എടുത്ത് വെച്ചു. ലഞ്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഉണ്ടാക്കാതിരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആലനില്ല. പിന്നെ എനിക്ക് ഈ ചൂട് ചോറും ചമ്മന്തിയായിട്ട് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചമ്മന്തി മാത്രം, വേറെ ഒന്നും വേണ്ട.
കുക്കുവിനും നിലുവിനും ഒന്ന് ചോക്കോസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവൻ എണീറ്റ് വന്നതേ കണ്ടില്ലായിരുന്നു കേട്ടോ. അവൻ എന്നെയല്ല തിരക്കുന്നത്, അമ്മേനെയാണ്. അങ്ങനെ തിരിച്ചു പോയി കുറച്ചു നേരം അമ്മയുടെ അടുത്തിരുന്നു. അപ്പോഴത്തേക്ക് അവന് ഞാൻ പാല് ഇരുന്നത് കുപ്പിയിലാക്കി കൊണ്ട് കൊടുത്തു. ക്രിസ്മസ് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ സ്കൂളിലെ കളറിങ്ങിന് ഇവർക്കൊരു ചെറിയ കാർഡ് പോലെയാണ് ഞാൻ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്, മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയത്. അതാണ് അവർ കളർ ചെയ്യുന്നത്. മറ്റേ ശരമഞ്ചരത്തിലെ ജയൻ പോകുന്ന പോലെ വന്ന് തന്നിട്ട് പോയത് ആ കാർഡാണ് കേട്ടോ. ഇന്ന് രാവിലെ, അതായത് ബാഗ് നമ്മൾ റീ ഓപ്പണിങ്ങിൻ്റെ അന്ന് എടുത്തിട്ടില്ലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു ബാഗിൽ ബുക്സൊക്കെ എടുത്ത് വയ്ക്കാൻ. എക്സാം തുടങ്ങിക്കഴിയുമ്പോൾ ബാഗിൽ എക്സാം ബോർഡും ക്രയോൺസുമേ കാണത്തുള്ളല്ലോ. അപ്പോൾ അതെടുത്തപ്പോഴാണ് അവൻ ആ കാർഡ് കണ്ടത്. അതവൻ എനിക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു, പക്ഷേ ഇതുവരെ തന്നില്ല, അവൻ മറന്നുപോയി. അതാണ് ഇപ്പോൾ കൊണ്ട് തന്നത്. അവന് ചോക്കോസ് ആയതുകൊണ്ട് തന്നെ എടുത്തിരുന്ന പാല് ഞാൻ ഒന്നും കൂടെ അവനിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്തു. ചോക്കോസ് പെട്ടെന്ന് ഇങ്ങനെ കുതിർന്ന് വരണമെങ്കിൽ ഇത്തിരി ചൂട് വേണം. നല്ല രീതിക്ക് തണുത്തായിരുന്നു. കുറച്ച് നേരം ആയല്ലോ നമ്മൾ എണീറ്റിട്ട് ഈ തെരാബരയൊക്കെ നടന്നിട്ടാണല്ലോ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി കുറച്ച് ചോക്കോസ് ഇട്ടെടുത്തു. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ചൂട് ചോറും ചമ്മന്തിയും. അതാകുമ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് മിക്കവാറും ഞാൻ കഴിക്കാൻ സാധ്യതയില്ല. നല്ല രീതിക്ക് അങ്ങോട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മതി ഒരു 2-2:30-3 മണി വരെ പിടിച്ച് നിൽക്കാനായിട്ട്. പിന്നെ ചായ മതി. അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രഞ്ച് എന്ന് പറയേണ്ടി വരും എൻ്റെ കാര്യത്തിൽ. കഴിച്ചിട്ട് റെഡിയായിട്ട് സ്കൂളിലോട്ട്. കുക്കു വന്ന് എന്നെ വിഷൊക്കെ ചെയ്തു കേട്ടോ. ഇന്നലെ രാത്രി അമ്മ അവനോട് പറഞ്ഞു എന്ന്, വെഡിങ് ആനിവേഴ്സറി ആണ്, കുക്കുവിനിപ്പോൾ 8 years കഴിഞ്ഞില്ലേ, അവരുടെ 9th വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ്. അങ്ങനെ വന്ന് വിഷൊക്കെ ചെയ്തു. അവൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് കേട്ടിട്ട് നിലു എന്തൊക്കെയോ നിലു എന്തൊക്കെയോ പറഞ്ഞു. വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ ശ്രമിച്ചതാണ്, എന്നാൽ അവൻ്റെ നാക്കുകൊണ്ട് പറ്റുന്നത് അവനും ചെയ്തിട്ടുണ്ട്. നിലുവിൻ്റെ പനി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി കുറച്ച് ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു എന്നും അമ്മ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു 3 ദിവസത്തിനപ്പുറമൊക്കെ പനി, നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ പനി കുറയും, വീണ്ടും പനി കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ആൾ കുഴഞ്ഞു പോകും. ഇപ്പോൾ തന്നെ അവൻ്റെ ബോഡിയൊക്കെ അങ്ങ് പകുതിയായി. സൗണ്ടും ഒക്കെ ഒരുപാട് മാറി. ഒരു ബാസൊക്കെ ഉള്ളൊരു സൗണ്ടാണ് ഇപ്പോൾ വരുന്നത്, അമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് എന്തായാലും ഇന്നും കൂടെ നോക്കിയിട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് കരുതി. ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ കുറച്ചധികം നീണ്ടുപോയതുകൊണ്ടാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറുള്ളത്. സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി കേട്ടോ. ഗ്രില്ല് ചെയ്യാനുള്ള BBQൻ്റെ മേളിൽ വെക്കുന്ന സെറ്റാണ് ഞാൻ ആ വണ്ടിയിൽ വെച്ചത്. അത് പുലിച്ചിറയായിരുന്നു. ഞങ്ങൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ജോണങ്ങൾ അവിടെ നിൽക്കുന്നു. അതാണ് ആ ഫ്രെയിമിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ചിരിച്ചിട്ട് പോയ പുള്ളി. അപ്പൻ്റെ കൂട്ടുകാരനാണ്. അപ്പൻ്റെ മാത്രമല്ല, ആലൻ്റെ. സ്കൂളിൽ നിന്ന് ഞാൻ ആ സാധനം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട്, ആ ഗ്രില്ലിൻ്റെ മേളിലുള്ള സാധനം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് കടയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇജോ അവൻ ഇവിടെ തന്നെ കാണും, കുരിശുമൂട്ടിൽ തന്നെ കാണും. ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ പോകുന്ന വഴിയായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ അവനെയും കൂടെ കയറ്റിക്കൊണ്ടാണ് പോയത്. കടയിലോട്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ചിക്കൻ മേടിച്ചു. പമ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ചോറ് കഴിക്കാൻ പോയവനെയാണല്ലോ ഞാൻ വിളിച്ചുകൊണ്ട് പോയതെന്ന് ഓർത്ത് അവന് നേരെ പോയി ഒരു സർബത്തൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കടയിലും പോയി. അവനെ വീട്ടിലാക്കിയിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആലന് രാവിലെ ഇട്ട് വെച്ച കോഫി ഇവിടെ തന്നെ ഇരിക്കുന്നു, ആളെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ കോഫി അങ്ങനെ തന്നെ എടുത്ത് ചൂടാക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കൊരു ഉണർവൊക്കെ കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങുന്നത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്നെ അതിന് മാടി മാടി വിളിക്കുന്നുണ്ട്, ഇത്തിരി നേരം കിടക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ കിടന്നാൽ ഇതെല്ലാം ലേറ്റാവും. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ വലിയ പോട്ട്. അതെടുത്തപ്പോഴത്തേക്ക് ഈ ഓറഞ്ച് ബേസിന് ഇങ്ങനെ വരാൻ തുനിഞ്ഞ് നിന്നുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഇങ്ങെടുത്തു. കറിക്കായിട്ട് കുറച്ച് ഇതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, കരൾ, കുടൽ, കഴുത്ത്, ഇതൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. വെച്ചെടുക്കാം, എന്നാലും ഞാൻ വിചാരിച്ചു അതൊക്കെ കൂടിയിട്ട് ഒരു ഗ്രേവിയും കൂടെ ചെയ്യാമെന്ന്. കറി വേണ്ടെന്നാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇത്തിരി ഗ്രേവി ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ നമ്മുടെ കുറുമ ഒരു ലോഡ് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ കുട്ടികൾക്ക് എരിവില്ലാതെ കൊടുക്കുകയും ചെയ്യാം. അവരങ്ങനെ അത് ചൂസ് ചെയ്യത്തൊന്നുമില്ല. ഗ്രിൽഡ് ചിക്കൻ ഉള്ളപ്പോഴത്തേക്ക് ആരാ പച്ചക്കറി കഴിക്കാൻ പോകുന്നത്. ചിക്കൻ ഓരോ പീസ് വീതം എടുത്ത് കഴുകി അതിൻ്റെ ബ്ലഡിൻ്റെ കുറച്ച് ക്ലോട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്ത് മസാല പുരട്ടാനായിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്ത് പോകാനായിട്ട് ഊട്ടപാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പാർട്സൊക്കെ വേറൊരു പാത്രത്തിലും വെച്ചിട്ട് നമുക്കിതിന് രണ്ടിനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമല്ലോ. ഞാൻ കടയിൽ പോയപ്പോൾ നോക്കിയിരുന്നു, പക്ഷേ മുടവങ്ങളിൽ അതില്ല. അതുണ്ടായിരുന്നു എനിക്ക് എളുപ്പമായിരുന്നേനെ. ഞാനിപ്പോൾ ഈ ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നതേ കുക്കുവിന് 3 മണിയാകുമ്പോൾ വിളിക്കാൻ പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് 3 മണിക്ക് കഴിയും. അപ്പോൾ പിന്നെ ഏപ്രിൽ മാറ്റിയിട്ട് അങ്ങനെ പോയി വിളിക്കാമല്ലോ. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്ന് മാറിയപ്പോഴത്തേക്ക് വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് മേടിച്ചത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും BBQ മസാല നോക്കിയപ്പോഴത്തേക്ക് അതും കടയിലില്ലായിരുന്നു. ഞാൻ പിന്നെ ചിക്കൻ പൊരിക്കുന്ന മസാലയാണ് ആദ്യം പാക്കറ്റ് പൊട്ടിച്ചിട്ടത്.
പിന്നെ കുറച്ച് റെഡ് കളർ പൗഡർ, സാദാ മുളക് പൊടി കുറച്ച്, കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടു, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ചധികം ഗരം മസാല, പിന്നെ കുറച്ച് തൈരുണ്ട്, അതും ലെമണും ഒക്കെ കൂടെ പിഴിഞ്ഞിട്ടാണ് BBQൻ്റെ ഈ ഒരു മസാല ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതങ്ങോട്ട് ആദ്യം ചെയ്ത് വെക്കുകയും വേണം. ഇതിൻ്റെ അകത്തോട്ടൊക്കെ നല്ല രീതിക്ക് ഈ മസാല പിടിച്ചാലേ നമുക്കിത് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2 ലെമൺ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 നാരങ്ങയുടെ നീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നല്ല രീതിക്ക് ഇതെല്ലാം കൂടെ കുഴച്ച് അടച്ചിതിനെ സ്ലാബിൻ്റെ താഴത്തോട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. കൈക്ക് നല്ല സുഖമാണ് കേട്ടോ ഇത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക്. ആലൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക്, അതുകൊണ്ട് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ വിളിക്കാൻ പോയിക്കോളാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നത്. ആലൻ വന്ന് ചോറൊക്കെ തനിയെ എടുത്ത് കഴിച്ചു കേട്ടോ. ഇത് കറിക്കായിട്ട് ഞാൻ 1-2 സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ BBQനുള്ള ചിക്കനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഞാൻ ആ ജാറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കറിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ അരിഞ്ഞെടുത്താൽ മതി. പച്ചമുളക് ഞാൻ പറഞ്ഞെങ്കിലും അവരിടാൻ മറന്നുപോയി. ഞാൻ ഇപ്പോൾ കടയിൽ പോയത് കാണിച്ചില്ലേ മുടവങ്ങല്ല, അവിടെ പോയപ്പോൾ ഞാൻ 1 കിലോ സവാള, 1 കിലോ തക്കാളി, 100 പച്ചമുളക് എന്നാണ് പറഞ്ഞത്. പക്ഷേ സവാള മാത്രമേ വന്നിട്ടുള്ളൂ പാക്കറ്റിൽ. ബില്ലെടുത്ത് നോക്കിയപ്പോൾ അതിലും സവാള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പോട്ടേന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കറി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളല്ലോ. കറി എല്ലാവരും ഈ പാർട്സ് കറി ആയതുകൊണ്ട് തന്നെ അധികം ആരും കഴിക്കത്തില്ല. ചേച്ചി നല്ലപോലെ കഴിക്കും, ഇപ്പോൾ ഞാനും നല്ലപോലെ കഴിക്കും. ഗ്രേവി വേണമെന്നവർ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തോട്ടേ എന്ന് കരുതി. അമ്മയുടെ പിറന്നാളിന് ഞാനൊരു പാക്കറ്റ് പാലട മേടിച്ചത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അന്ന് ബാബുങ്ങളുടെ ആ സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ കൂടെ നടത്തിയതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ പായസം ഞാനിപ്പോൾ അങ്ങ് വെക്കാമെന്ന് കരുതി. ഒരു പാക്കറ്റ് പാലും കൂടെ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നട്ട്സും റേസിൻസും മേടിച്ചു. ഇത് ഞാൻ മേടിച്ച് ഇവിടെ വെച്ചിരിക്കും, ടച്ചിങ് സിനത്തിൽ ഈ സാധനം അങ്ങ് തീർക്കും ഇവർ. അപ്പോൾ നോക്കിയപ്പോൾ അതില്ലായിരുന്നു. പാർട്സ് കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് സവാള ഇട്ട് അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇത്തിരി പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിട്ട് കുഴച്ചു. അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് തക്കാളി ഒന്ന് ഉടയുമ്പോഴത്തേക്ക് നമുക്ക് പാർട്സ് ഇട്ട് കൊടുക്കാം. പാർട്സും എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചങ്ങോട്ട് വെക്കുന്നത്. എരിവ് ഞാൻ ഇതിൽ നല്ല രീതിക്ക് കുറച്ചാണ് ഇട്ടേക്കുന്നത്. മമ്മിക്കും ചേച്ചിക്കും ഒക്കെ എരിവ് തീരെ കുറച്ച് മതി. എനിക്കും ആലനുമാണ് എരിവ് വേണ്ടത്. അപ്പോൾ എപ്പോൾ വന്നാലും അവരുടെ ഒരു എരിവിന് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. എരിവ് എപ്പോഴും കൂടിപ്പോവും. ഡാഡിക്കും എരിവ് വേണം. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഞാൻ എൻ്റെ നാത്തൂന് വേണ്ടി ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ അധികം മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. സാദാ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാലിപ്പുറത്ത് തിളച്ചു. അതിലേക്ക് പാലടയുടെ മിക്സ് ഇട്ട് കൊടുത്തു. ഇതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പാലട വേവാനായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആലന് വീണ്ടും CCGയിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു. കുക്കുവിനെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതും സുജാ മിസ് കുക്കുവിനെ ഇങ്ങ് കൊണ്ടുവന്നു. മിസ്സിൻ്റെ വീട് കുറച്ച് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങ് നടന്നു വന്നു. അപ്പോൾ വന്ന പാടെ ഞാൻ ചോദിച്ചു, അലപ്പപ്പോൾ നിന്നെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ കണ്ടു, ഞാൻ ടാറ്റ കാണിച്ചായിരുന്നു. വന്ന് കയറിയത് തന്നെ അമ്മ എന്തിനാ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നത്, എന്നെയും കൂടെ വിളിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവനിപ്പോൾ സ്നാക്സ് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. സ്കൂളിൽ വൈകുന്നേരമാണ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുന്നത്. ഇനി ഈ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് പാൻറ്റീസ് മാത്രം ഇട്ട് കുറച്ച് നേരം ഫോണുമായിട്ട് ഫാൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പായസം റെഡിയായി. അതിന് പുറത്തേക്ക് ഞാൻ കുറച്ച് നട്ട്സും റേസൻസും നെയ്യിൽ വഴറ്റിയിട്ടു. പാർട്സ് കറിയും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി തുടങ്ങി. അമ്മ ഒരു പൂജയ്ക്കോ മറ്റോ പോയതാണെന്ന് തോന്നുന്നു. തിരിച്ചു വന്നിരുന്നു. ഇനി അമ്മയ്ക്ക് പിരിവിന് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ അമ്മ ചായ കുടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിച്ചിട്ട് അമ്മ വെക്കുമെന്ന്. സ്കൂളിൽ റിപ്പോർട്ട് കാർഡിൻ്റെ വർക്ക്സ് തീർക്കാനാണ് ഞാൻ പോയതെങ്കിലും 2 ടീച്ചേഴ്സ് ലീവായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറേ ക്ലാസ്സസ് എടുക്കേണ്ടി വന്നു. അതായത് ചെന്നപ്പോൾ തൊട്ട് ഇറങ്ങുന്നവരെ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഐ വാസ് ഓൾമോസ്റ്റ് സ്റ്റാൻഡിങ്. അവിടെ നിന്ന് പിന്നെ ഇവിടെയും നിൽപ്പായിരുന്നു. ഒന്നിരുന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ശരിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാലഡും കൂടെ ഉണ്ടാക്കിയിട്ട് പോയിരിക്കാമെന്ന്. അതാകുമ്പോൾ ജോലിയൊക്കെ കഴിയുമല്ലോ. ചപ്പാത്തി ചുടുന്നത് പിന്നെ അമ്മയും കൂടെ അങ്ങ് നോക്കിക്കോളും. ഇത്രയും ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ ഞാൻ കുക്കുംബറും കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞെടുത്ത്, എപ്പോഴും വട്ടത്തിലല്ലേ അരിയണേന്ന് കരുതി ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാമെന്ന് കരുതി. ഇതിനെ ദെല്ല വിളിക്കുന്നത് സുക്കിനി എന്നാണ്. ഇത് സുക്കിനിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈയിടെയായിട്ട് സാലഡ് ഉണ്ടാക്കുന്നത് വെള്ളരിയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ലേശം ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്തോ ഒരു ഡിഫറൻസ് ഈ സാലഡിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിനാഗിരി ഒഴിച്ചെടുക്കുന്നതിനേക്കാളും എന്തോ ഒരു വ്യത്യാസം.
ഇത് കുറച്ചധികം നേരം വെക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ടേസ്റ്റ് റെഡിയാവും. അങ്ങനെ വൈകിട്ടത്തേക്കുള്ള ഏകദേശം പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഒരു വലിയ ബോക്സ് ഐസ്ക്രീമും കൂടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അത് എബി കൊണ്ടുവന്ന് വെച്ചതാണ്, ഇന്നലെ അവൻ കൊണ്ടുവന്നത്. അതുണ്ട്, പായസമുണ്ട്, ചിക്കൻ കറി, സാലഡ്, മതിയല്ലോ, ചപ്പാത്തിയും. പിന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള പാർട്സൊക്കെ ഞാൻ സ്ലാബിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് ഒരു ഹോം ബേക്കറിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. ഷൈൻസ് കേക്ക് ലേക്ക് എന്നാണ് ഗൂഗിളിലുള്ളത്. എനിക്ക് കേക്കിൻ്റെ അകത്ത് നമ്മുടെ ടീ കേക്കില്ലേ അതിരിക്കുന്നതാണ് ഇഷ്ടം. അതായത് കേക്കായിരിക്കണം. ഈ ഷുഗർ സിറപ്പൊക്കെ മുക്കിയിട്ട് ഈ പഞ്ഞി പോലത്തെ സാധനത്തിനേക്കാളും ഐ പ്രിഫർ ദ ഓൾഡ് കേക്ക്, പഴയത്. ഇങ്ങനെ മേളിൽ ഐസിങ് ഒക്കെ വന്നിട്ടുള്ള കേക്ക്, അതാണ് എനിക്കിഷ്ടം. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേക്ക് എത്തിച്ചിട്ടുണ്ട്. ആലനും അപ്പോഴത്തേക്ക് എത്തി. രണ്ടുപേരെയും കുളിപ്പിച്ച് ഇരുത്താമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആലൻ എത്തി. അങ്ങനെ ഞാൻ കുറച്ച് ഓട്സും ചോക്കോസും കൂടെ കുതിർത്തി വെച്ചിട്ടാണ് ഇവിടുത്തെ പരിപാടികൾ നിർത്തിയത്, ആലൻ വന്നാൽ കൊടുക്കാനായിട്ട്. അത് ഇതേ ജ്യൂസറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ബനാനയും കൂടെ അരിഞ്ഞിട്ട് പെട്ടെന്നൊരു ഷേക്ക് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഴഞ്ഞിട്ടൊക്കെ വന്നതല്ലേ, ടയേർഡായിരിക്കും. ഓട്സ് കാച്ചി കുടിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഷേക്കായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുടിക്കും. നല്ല തണുത്ത പാലും ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. കേക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യ കുർബാനയുടെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ആദ്യ കുർബാനയ്ക്ക് ഡെല്ലയും ഡാരലും കയ്യിൽ പിടിച്ചിരുന്ന തിരിയും ഡാരലിൻ്റെ തലയിലുണ്ടായിരുന്ന റിങ്ങും ഡെല്ലയുടെ തലയിൽ വെച്ചിരുന്ന ആ സാധനവും ഒക്കെ അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരാളുടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ആ കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ചേച്ചി ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, വർക്ക് തരുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളിക്കാരി അയക്കുമായിരുന്നു. വെരി നീറ്റ് ആൻഡ് ക്ലാസ് ആയിരുന്നു സംഭവങ്ങളൊക്കെ. റേറ്റും അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ രണ്ടുപേരെയും കുളിപ്പിച്ചു. പിന്നെ ആലനെ ഏൽപ്പിച്ചിട്ട് ഞാനും പോയി കുളിച്ചിട്ട് വന്നു. ഇനി മുറ്റം ക്ലീൻ ചെയ്യലൊക്കെ ആലൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൺസെറ്റ് ഇവിടം വരെയായി. ബാക്കി ക്ലൗഡിൽ പോയി, അതുകൊണ്ട് എനിക്ക് ഫുൾ എടുക്കാൻ പിന്നെ ഞാൻ എടുത്തില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അത് ക്ലൗഡിലേക്കാണ് പോയത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയും പിള്ളേരുമായിട്ട് എത്തിയിട്ടുണ്ട്. ചേച്ചിക്ക് ഓഫീസിൽ നിന്ന് 31st അല്ലേ, അപ്പോൾ ക്ലോസിംഗ് ആണ്. അപ്പോൾ കുറച്ച് വർക്കുണ്ട്, ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു. യൂഷ്വലി കേക്ക് മേടിച്ചുകൊണ്ട് വരുന്ന ആൾ ചേച്ചിയാണ്. കാരണം എല്ലാ ഫങ്ഷൻസിനും ചേച്ചി നമ്മുടെ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത്, അവിടെയാണ് അവരുടെ ഓഫീസ്. അപ്പോൾ ചേച്ചി വരുന്നത് അവിടെ നിന്നല്ലേ, അപ്പോൾ എല്ലാ ഫങ്ഷനും ചേച്ചി അവിടെ നിന്ന് കേക്ക് മേടിച്ചിട്ടായിരിക്കും വരുന്നത്. ഇന്ന് നല്ല രീതിക്ക് ലേറ്റ് ആവുന്നത് കൊണ്ടും പിന്നെ വർക്ക് ലോഡ് 31st ഒക്കെ ആകുമ്പോൾ കൂടും എന്നുള്ളത് കൊണ്ടും ഞാൻ തന്നെ അതുകൊണ്ട് കേക്ക് ഓർഡർ ചെയ്യുമായിരുന്നു. ഇത് ആലൻ്റെ കസിനാണ് കേട്ടോ, ജെസിക്ക ആൻഡ് ഹസ്ബൻഡ് വിൻസെൻറ്റ്. അവരും വന്നിട്ടുണ്ട് ടോമിയങ്ങളുടെ വീട്ടിലോട്ട്. ടോമിയങ്കിൾ വരുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ടോമിയങ്ങളിന് കറക്റ്റ് ടൈമിൽ പള്ളിയിലെത്തണം, ഇവിടെ വന്നാൽ ന്യൂ ഇയറിന് പള്ളിയിൽ പോകാൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ചേച്ചി എത്തി. അപ്പോഴത്തേക്ക് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്ത് വെളിയിൽ വെച്ചു. പുറത്തെ സെറ്റിങ്ങൊക്കെ ഒരു വഴിയായിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. പായസമൊക്കെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കുക്കു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് ഞാൻ കേക്ക് വെച്ച് കൊടുത്തപ്പോൾ അവൻ ബാക്കിലോട്ട് മാറിയത്. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ജെസിക്കയ്ക്കും വിൻസെൻറ്റിനും ഒക്കെ പള്ളിയിൽ പോകണം. അതുകൊണ്ട് അവർ കഴിക്കാൻ തുടങ്ങി. ഡിലിയമ്മച്ചി അപ്പോഴത്തേക്ക് എത്തിയിരുന്നു. അമ്മച്ചി കിച്ചണിലിരുന്നും മുകളിലിരുന്നും സിറ്റൗട്ടിലിരുന്നും ഒക്കെ ആയിട്ട് പതുക്കെ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കും വിശന്ന് തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാനും പോയി 2 ചപ്പാത്തിയും ചിക്കൻ പീസും ഒക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഞാനിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അപ്പുറത്ത് മതിലരികത്ത് കണ്ണനും കൂട്ടുകാരും ഒക്കെ കൂടെ അവിടെ കടപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവന്മാർ വന്ന് എൻ്റെ പ്ലേറ്റ് അങ്ങ് മേടിച്ചുകൊണ്ട് പോയി. ഇങ്ങ് വന്നേ കേക്ക് എവിടെയെന്ന് ചോദിച്ചിട്ട്. ഞാൻ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഒരുത്തനും ഇല്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുരിശടിയുടെ സൈഡിലുണ്ടായിരുന്ന കുഞ്ഞു പിള്ളേർ സെറ്റായിരുന്നു. അവർക്കൊക്കെ കേക്ക് കൊടുത്തു. പറഞ്ഞു കേക്കൊക്കെ തീർന്നു, നിങ്ങൾക്ക് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കേക്ക് വേണ്ട, കയ്യിലിരിക്കുന്ന പ്ലേറ്റിൽ 2-3 പീസും കൂടി ഇട്ടിങ്ങനെ തരാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാത്രം അങ്ങനെയും കൊടുത്തു. എന്നിട്ട് നേരെ വന്ന് ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നതെന്ന് കൈയിട്ട് വാരി കുറച്ച് കഴിച്ചു. ഇവരെയൊക്കെ കാത്തിരുന്നാലേ ഇപ്പോഴെങ്ങും കഴിക്കൽ നടക്കത്തില്ല. ഇവരിത് മുഴുവൻ ഇനി ചുട്ടിട്ട് ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മീൻ വല്ലതും ഫ്രിഡ്ജിലിരിപ്പുണ്ടോ, നമുക്ക് അത് ഗ്രില്ല് ചെയ്യാമെന്നും പറഞ്ഞു. ഗ്രില്ല് ചെയ്ത് ആൾക്കാർക്ക് അങ്ങ് ഒടുക്കത്തെ വൈബായിട്ട്. പിന്നെ ചിക്കനൊക്കെ ഇവർ തന്നെ ഇവിടെ നിന്ന് ചുട്ടെടുക്കുക ചെയ്തത് കേട്ടോ. പിള്ളേർ സെറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. നിലുവിനിങ്ങനെ വയ്യാത്തതുകൊണ്ട് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഓർത്തത് ഞാൻ അലനെ ഇതുവരെ വിഷ് ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ പോയി അലനെ വിഷ് ചെയ്തു, അലൻ എന്നെയും വിഷ് ചെയ്തു.
ഷെർലാൻഡിയും സിമ്പിളും മോനും ഒക്കെ കൊട്ടിയത്തു നിന്ന് പുറപ്പെട്ടു എന്ന് കേട്ടു. അത് എപ്പോഴും ഇപ്പോൾ ഞങ്ങളിവിടുത്തെ എന്താ പറയുന്നത് നിറത്തിലെ ജ്യോതികയെ പോലെ ഞങ്ങളുടെ ലേറ്റായി കമ്മിങ് മാനിയാണ്. സിമ്പിൾ എല്ലാം കഴിയാറാകുമ്പോഴത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ ഇനി അവരും കൂടെ എത്താനുള്ളൂ. ഒരു 8:30-9 മണി ആയപ്പോഴത്തേക്ക് കക്ഷികളിങ്ങ് എത്തി. പറഞ്ഞത് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്നാണ്. ചുമ്മാതാണ് കേട്ടോ, ഇറങ്ങാൻ ലേറ്റായി കാണും. അപ്പോഴേക്കും ഇവിടുന്ന് ഇതേ പള്ളിയിൽ പോകേണ്ടവരൊക്കെ ഒരു സെറ്റ് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ചേച്ചിയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഷീസ് ഓൾമോസ്റ്റ് നല്ല ടയേർഡാണ്. അപ്പോൾ ഞാനും പോകുന്നു, പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് ചേച്ചി ഇറങ്ങുന്നുണ്ട് അവരുടെ ഒപ്പം. ഇവർ പുലിച്ചിറ പള്ളിയിൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് ഈ പോയത്. പക്ഷേ സത്യം എന്തെന്നാൽ ഇവരാരും പള്ളിയിൽ പോയിട്ടില്ല. പിറ്റേന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും വീട്ടിൽ പോയി ഉറങ്ങിയത്. നാളെ സ്കൂളിന് അവധിയാണ് കേട്ടോ. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വി സെലിബ്രേറ്റ് ഇറ്റ് വെരി വെൽ. അതുമാത്രമല്ല ഒട്ടുമിക്ക ഞാൻ അങ്ങനെ പറയുമല്ല, ക്രിസ്ത്യൻ സ്കൂൾസിലൊക്കെ അങ്ങനെ ആയിരിക്കും. കാരണം രാത്രി 12 മണിക്കാണ് നമ്മുടെ പള്ളിയിലെ പൂജ. 12 മണിക്കല്ല, 11:30 സ്റ്റാർട്ട് ചെയ്യും. ഈ പാതിര പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിള്ളേരെ സ്കൂളിലേക്ക് വിളിക്കുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും സ്കൂൾ ഹോളിഡേ ആണ്. ചേച്ചിയും അങ്ങനെ ഇറങ്ങി. ഇവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞ് ഞാൻ ഇതിനകത്ത് കൊണ്ടുപോയി ഞാൻ കിടത്തിയതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കില്ല, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, പട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് അവർ ഇറങ്ങി കേട്ടോ. കാക്കകൾ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല എന്നെ ഓഡിയോ ആഡ് ചെയ്യാനായിട്ട്. എനിക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുണ്ട്, വേറെയും ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ഇടയിൽ ഓഡിയോ ആഡ് ചെയ്യാൻ ഇനി സമയം കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഫ്രൈഡേ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ. ചേച്ചി നല്ല ഉറക്കം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ ദേ പറഞ്ഞു വിട്ടു. അവരാണ് ദേ അപ്പുറത്ത് പോകുന്നത്. കാർ അവിടെ കുരിശടിയുടെ ഇപ്പുറത്തായിട്ടാണ് പാർക്ക് ചെയ്തിട്ടിരുന്നത്. ഇതിപ്പോൾ കേട്ട നിങ്ങൾക്കുള്ള അതേ കൺഫ്യൂഷനിലാണ് ഞങ്ങളും നിന്നത്. മമ്മിയും ഷെർലാൻഡി മമ്മിയുടെ ചേച്ചിയാണ്. ഇവരെ മൊത്തം എത്ര സിബ്ലിങ്സാണ്? ഇടയ്ക്ക് 2-3 പേര് മരിച്ചു പോയായിരുന്നു. ഒരാൾ മരിച്ചുപോയി, ഒരാൾ കുറച്ച് കഴിഞ്ഞ് പാസ്റ്റ് അവേ. അപ്പം അത് കറക്റ്റാക്കിയാണ് കേട്ടോ ഞങ്ങൾ. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സംഹൗ ദാറ്റ് ടോപ്പിക് ഗെയിം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാളുടെ കാക്ക ഒരാളുടെ ഒരു ഡെത്തിനെ കുറിച്ച് ആൻറ്റി പറഞ്ഞായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര സാഡനിങ് ആയിരുന്നു. എനിക്കിങ്ങ് ഒത്തിരി വിഷമമായി അത് കേട്ടുകൊണ്ട് നിന്നിട്ട്. അതിൻ്റെ എക്സ്പ്രഷൻ എൻ്റെ മുഖത്താണ് കാണുന്നത്. ഞാൻ കരയുന്നതിൻ്റെ വക്കിലായി. ഇറ്റ് വാസ് ദാറ്റ് അത്രയും ഒരു വിഷമം വരുന്ന രീതിയിലായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫ്ലിപ്പ് ബാക്ക് ചെയ്തു. എല്ലാവരും വീണ്ടും മൂടൊക്കെ ഒന്ന് മാറ്റി. ഇനി നെക്സ്റ്റ് പരിപാടി സാന്താക്ലോസിനെ സ്റ്റഫ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാന്താക്ലോസിൻ്റെ കോസ്റ്റ്യൂം അലമാരിയിൽ വെച്ചിട്ടുണ്ട്, കത്തിക്കാനുള്ളത്, സ്റ്റഫ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് തപ്പിയിട്ട് കിട്ടാനിട്ട് ഇപ്പം വന്ന് എൻ്റെ കെട്ടിയും പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത് അതിനാണ്. അതെടുത്ത് നമുക്ക് സ്റ്റഫ് ചെയ്ത് തുടങ്ങണ്ടേ. ഇങ്ങനെ ഇരുന്നിരുന്ന് വർത്താനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ഒരു 8 മണി പരുവമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വൈനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ടൈം ഫ്രെയിമിനെ കുറിച്ചൊരു ബോധം പിന്നെ ഇല്ലാണ്ടായി. അങ്ങനെ അതേ നോക്കിയപ്പോഴത്തേക്ക് മണി ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴേ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 12 മണിക്ക് സാധനം കത്തിച്ചിട്ട് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് വിളിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അമ്മ മീറ്റ് കഴിക്കാത്തത് മുൻപ് ഈ കഴുത്തറുത്ത പശു ഓടുന്നത് കണ്ടതുകൊണ്ടാണെന്നുള്ള ടോപ്പിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡാഡ് ചിക്കൻ മുറിച്ചതിനെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി വെള്ളം ചോദിച്ചു. അതിൻ്റെ ബാക്കിയാണ് ആ കണ്ടത്. അങ്ങനെ പിന്നെ ആ കഥ ബാക്കി ഞങ്ങളിരുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇത് പോയി സാന്താക്ലോസിനെ സ്റ്റഫ് ചെയ്ത് തുടങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഖം മൂടി കണ്ടില്ല. അപ്പോൾ അത് ഞാൻ തപ്പാനായിട്ട് ഡാരലിൻ്റെയും ഡെല്ലേനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് അവരത് തപ്പിക്കൊണ്ടിരിക്കുക. ബാക്കി സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് എന്തിടണം എന്നുള്ള ഡിസ്കഷനായി. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്ത് ഈ ഓലയും മടലും ഒക്കെ ഒരുപാട് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഉണങ്ങിയ പരുവത്തിനും കിടക്കുക. അങ്ങനെ അതൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്താൽ നല്ല രീതിയിൽ കത്തുമെന്നും പറഞ്ഞിട്ട് സിമ്പിൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം എല്ലാം സ്റ്റാറ്റിക് വീഡിയോ. നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ സ്റ്റാറ്റിക് അല്ലാത്ത കുറച്ച് വീഡിയോയുടെ ഫുട്ടേജസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ക്യാമറ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് എവിടെയാണ് ഏത് ആംഗിളിൽ നിന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നീട് അങ്ങോട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തത് ജാക്കിയും ചേട്ടനും ഒക്കെ കൂടെയായിട്ടാണ്.
സാന്റാക്ലോസിനൊരു നട്ടെല്ല് വരുത്താനായിട്ട് ഞാനൊരു സ്റ്റിക്ക് കയറ്റിയപ്പോഴുണ്ടല്ലോ അത് മൊത്തം ഇത്ര നേരവും അവൾ കഷ്ടപ്പെട്ട സംഭവം മൊത്തം അങ്ങ് വെളിയിൽ വന്നു കേട്ടോ. പിന്നെ അതിനുള്ള തല്ലും മേടിച്ച് ഞാൻ അങ്ങ് മാറിയിരുന്നു. പിന്നെ അവൾ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് സാന്റാക്ലോസിനെ സെറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന് തലയൊക്കെ പിടിപ്പിച്ചിട്ട് ഞങ്ങളൊരു വലിയ മുളയ്ക്കകത്ത് ഇതിനെ കെട്ടിയിട്ടാണ് അവിടെ ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് നാട്ടിയിട്ട് അവിടെയായിരുന്നു ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ മനു ഇത്ര നേരം ചെയറിലിരുന്ന് ബോറടിച്ചതുകൊണ്ട് അവനത് താഴത്തോട്ട് എടുത്തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാന്റ റെഡിയായി. കെട്ടാനുള്ള മുളയും അപ്പുറത്തേക്ക് അപ്പോഴത്തേക്ക് റെഡിയായി. അങ്ങനെ അതിൽ സാന്റേനെയൊക്കെ കെട്ടി. ഇനി ഇത് നമ്മൾ ആ സീ ഡയമണ്ട്സിൻ്റെ സ്റ്റാർ ഇരിക്കുന്നില്ലേ, ആ ഒരു ഗ്രൗണ്ട് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വെച്ചിട്ടാണ് നാട്ടുന്നത്. കുഴിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവന്മാർ ആ ട്രീ തന്നെ ഒരു എന്ത് പാടുപെട്ടാണെന്നറിയോ കുഴിച്ചത്. താഴോട്ട് ഈ കല്ലായതുകൊണ്ട് കുഴിയെടുക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. സാന്റേനെ സ്റ്റഫ് ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ കുറച്ച് പടക്കമൊക്കെ തിരികെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പൊട്ടി. അതിൻ്റെയൊക്കെ സന്തോഷമാണ് ഈ കണ്ടത്. അങ്ങനെ സാന്റ മൊത്തത്തിൽ എരിഞ്ഞു തീർന്നു. കുക്കു സാർ അവിടെ സാന്റ ചത്തുപോയെന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. ദിയ വീഡിയോ കോളിലുണ്ട് കേട്ടോ. അവൾ ഹോസ്റ്റലിലിരുന്ന് വെഡിങ് ആനിവേഴ്സറിയിലും ന്യൂ ഇയർ സെലിബ്രേഷൻസിലൊക്കെ ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ഇറ്റ്. ഈവൻ ദോ ഞങ്ങളെല്ലാവരും അവളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൾക്കും അതങ്ങനെ തന്നെ. അങ്ങനെ സാന്റയെ ബേൺ ചെയ്തിട്ട് ഞങ്ങൾ വന്നിട്ട് ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ട് ചെയ്തു. സിബ്ലിങ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് രണ്ട് കക്ഷികൾ ആകെ നൊസ്റ്റാൾജി അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. വി ഓൾ ഹാഡ് കേക്ക് ആൻഡ് വൈൻ ഓഫ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ന്യൂ ഇയറും ഒക്കെ. നിങ്ങളുടെയൊക്കെ സെലിബ്രേഷൻ നല്ലപോലെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ വി ആർ സൈനിങ് ഓഫ്. ലവ് ഫ്രം ദ നെറ്റോസ്.